2008 ഡിസംബർ മാസത്തിൽ തമിഴ്നാട്ടിലെ നല്ലൻപിള്ളൈ പെട്രാൻ എന്നൊരു ഗ്രാമത്തിൽ 16 വയസ്സുള്ള ലാവണ്യ എന്ന പെൺകുട്ടിയെയും അവളുടെ അച്ഛൻ ശേഖറിനെയും ദുരൂഹ സാഹചര്യത്തിൽ കാണാതാകുന്നു. ശേഖറിന്റെ ഭാര്യ ജീവ തന്റെ ഭർത്താവിനെയും മകളെയും കാണാനില്ല എന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുന്നു. വർഷങ്ങളായി അന്വേഷണവും നടക്കുന്നുണ്ടെങ്കിലും ഒന്നും സംഭവിച്ചില്ല. അന്വേഷണം തുടരുന്നു. ഇത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. ഇനി ചെന്നൈയിൽ ടി നഗറിലെ സി തമിഴിന്റെ സ്റ്റുഡിയോയിലേക്ക് പോകാം. അതെ, ചാനൽ സ്റ്റുഡിയോയിലേക്ക് തന്നെ. 2012 മെയ് 15 സി തമിഴ് സ്റ്റുഡിയോയിലേക്ക് ഒരു വിളി എത്തുന്നു. 22 വയസ്സുള്ള കെ സതീഷ് കുമാറും കൂടെ വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ള ഭാർഗവി എം എന്ന പെൺകുട്ടിയും. ജനപ്രിയ തമിഴ് റിയാലിറ്റി ഷോയായ സൊൽവതെല്ലാം ഉണ്മൈ എന്ന പരിപാടിയുടെ അവതാരകയായ നിർമ്മല പെരിയസ്വാമിയെ കാണണമെന്നും സംസാരിക്കണമെന്നുമായിരുന്നു ആവശ്യം. ദമ്പതികളുടെ പ്രശ്നങ്ങളെ പൊതുവേദിയിൽ അവതരിപ്പിക്കുകയും ഇടപെടലുകൾ നടത്തി പരിഹരിക്കുകയും ചെയ്യുന്ന വളരെ ജനപ്രീതിയുള്ള ഒരു തമിഴ് റിയാലിറ്റി ഷോയായിരുന്നു സൊൽവതെല്ലാം ഉണ്മൈ എന്ന പരിപാടി. വിളിച്ച യുവാവിന്റെയും പെൺകുട്ടിയുടെയും ആവശ്യപ്രകാരം ചെന്നൈ ടി നഗറിലെ തന്റെ സ്റ്റുഡിയോയിൽ വെച്ച് അവതാരകയായ നിർമ്മല പെരിയസ്വാമി ഇവരെ കാണുന്നു. സതീഷ് കുമാറും ഭാർഗവിയും ചെന്നൈയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയുള്ള വില്ലുപുരം എന്ന ഗ്രാമത്തിൽ നിന്നുള്ളവരായിരുന്നു. തങ്ങളുടെ വിവാഹത്തിന് വീട്ടുകാർ തടസ്സം നിൽക്കുന്നുവെന്നും തനിക്ക് ഈ വിവാഹ ബന്ധത്തിൽ നിന്നും മാറാൻ സാധിക്കില്ല എന്നും 17-കാരി ഭാർഗവി നിർമ്മല പെരിയസ്വാമിയോട് പറയുന്നു. 18 വയസ്സാകാത്ത പെൺകുട്ടി ആയതിനാൽ തിരിച്ചു മാതാപിതാക്കളുടെ അടുത്തു പോകാൻ അവതാരകയായ നിർമ്മല പെരിയസ്വാമി നിർബന്ധിച്ചു. എങ്കിലും പെൺകുട്ടിയും യുവാവും തയ്യാറായില്ല. പിതാവ് ലൈംഗികമായി ഉപദ്രവിക്കുന്നു എന്നുള്ള ചെറിയ സൂചന പെൺകുട്ടി നൽകി. എന്നാൽ അത് തന്റെ പ്രണയം സംരക്ഷിക്കാൻ പറയുന്ന വെറുമൊരു കള്ളമായി മാത്രമേ നിർമ്മല പെരിയസ്വാമി അന്ന് കണ്ടുള്ളൂ. എങ്കിലും സി തമിഴ് സംഘാടകർ ഇവരുടെ പ്രശ്നം ഷൂട്ട് ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ സൊൽവതെല്ലാം ഉണ്മൈ എന്ന പരിപാടിയിലേക്ക് രണ്ടുപേരുടെയും മാതാപിതാക്കളെ അടുത്ത ദിവസം തന്നെ എത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങി. ഭാർഗവി തങ്ങളുടെ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന പ്രശ്നങ്ങൾ ഓരോന്നായി അവതരിപ്പിക്കുകയാണ്. അതിൽ ഭാർഗവിയുടെ ഒരു വാദം സ്വന്തം പിതാവ് തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു എന്നതായിരുന്നു. ഒപ്പം അയാളെന്നെ കൊല്ലും എന്നുറപ്പാണ് എന്നും പറയുന്നുണ്ട്. ഉടനെ സൊൽവതെല്ലാം ഉണ്മൈ അവതാരക നിർമ്മല പെരിയസ്വാമി സ്വന്തം പ്രണയം സംരക്ഷിക്കാൻ സ്വന്തം അച്ഛനെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ ഉന്നയിക്കരുത് എന്ന് പറഞ്ഞ് ശാസിക്കുന്നു. വീണ്ടും താൻ പറഞ്ഞത് സത്യമാണെന്നും എന്നെ അയാൾ ലൈംഗികമായി എന്റെ അച്ഛൻ പീഡിപ്പിക്കുന്നുവെന്ന് വീണ്ടും വീണ്ടും ഭാർഗവി പറയുന്നു. അടുത്ത അവതാരകയുടെ ചോദ്യവും അതിന് 17-കാരി ഭാർഗവി പറഞ്ഞ ഉത്തരവുമായിരുന്നു റിയാലിറ്റി ഷോയിലെ ഷോക്കായി മാറിയ സംഭവം. അവതാരക ആ പെൺകുട്ടിയോട് ശരി, ലൈംഗികമായി ഉപദ്രവിക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞത് പരിശോധിക്കാം, എന്തിനാണ് നിങ്ങളെ കൊല്ലുമെന്ന് ആവർത്തിച്ച് പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഭാർഗവി മറുപടി പറഞ്ഞത് എന്നെ അയാൾ കൊല്ലും, കാരണം അയാൾക്കത് ചെയ്ത് മുൻ പരിചയമുണ്ട് എന്നാണ്. പെട്ടെന്ന് ഭാർഗവിയുടെ വീട്ടുകാർ അമ്മയും അച്ഛനും എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കി. ഭാർഗവി പറയുന്നത് തടസ്സപ്പെടുത്താൻ നോക്കി. വീണ്ടും പക്ഷേ ഭാർഗവി പറഞ്ഞു, എന്റെ വീടിന് മുന്നിലുള്ള കിണറ്റിൽ 3 പേരെ കൊന്നു കുഴിച്ചിട്ടിട്ടുണ്ട്. റിയാലിറ്റി ഷോ നടത്തിയവരും കേട്ടവരും കണ്ടവരുമെല്ലാം ഞെട്ടി. ഈ പെൺകുട്ടി എന്താണ് പറയുന്നത്? വെറുതെ കെട്ടുകഥകൾ ഉണ്ടാക്കുകയാണ്. പ്രണയം സംരക്ഷിക്കാൻ ഇത്രയും ക്രൂരമായൊക്കെ പറയണോ എന്നൊക്കെ ചോദിച്ചു. ഭാർഗവിയുടെ അച്ഛൻ മുരുകൻ ഉച്ചത്തിൽ ഇടപെട്ട് ഭാർഗവി കള്ളം പറയുകയാണെന്ന് പറഞ്ഞു. ഭാർഗവിയുടെ അമ്മ രാജേശ്വരിയും പെൺകുട്ടി എന്താണ് പറയുന്നതെന്ന് തനിക്കറിയില്ല എന്ന് പറഞ്ഞു. എപ്പിസോഡിൽ ഉടനീളം വിവാഹത്തെ എതിർത്തുകൊണ്ടിരുന്ന മുരുകൻ അതിനെക്കുറിച്ച് മനസ്സു മാറ്റുന്നതോടെയാണ് ഷോ അവിടെ അവസാനിക്കുന്നത്. അയാൾ എഴുന്നേറ്റ് സതീഷിന്, അതായത് ഭാർഗവിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പയ്യന് കൈ കൊടുക്കുന്നു. അവനെ കെട്ടിപ്പിടിച്ച് പെട്ടെന്ന് പുറത്തേക്ക് പോയി. ഭാർഗവിയുടെ അമ്മ കണ്ണീരിന്റെ വക്കിലെത്തി. പിന്നീട് ഷോ സംപ്രേഷണം ചെയ്യരുതെന്ന് നിർമ്മലയോട് കേൺ അപേക്ഷിച്ചു. എന്റെ കാലിൽ വീണപ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നുണ്ടായ യാചന എനിക്കിപ്പോഴും മറക്കാൻ കഴിയില്ല. നിർമ്മല പെരിയസ്വാമി പറയുന്നത് ഇങ്ങനെയാണ്. മുരുകനും അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അവനെ ഞാൻ അതിനനുവദിച്ചില്ല. തീർച്ചയായും ആ ചാനലിന് അതൊരു സെൻസേഷണൽ കഥയായിരുന്നു, പ്രത്യേകിച്ച് സത്യമാകുമ്പോൾ. ഭാർഗവിയുടെ വീട്ടിൽ നിന്ന് 30-35 കിലോമീറ്റർ അകലെയുള്ള നല്ലാൻപിള്ള പെട്രാൻ എന്ന ഗ്രാമത്തിലേക്ക് അവർ ഒരു സംഘത്തെ അയക്കുന്നു. ശേഖർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ ഒരു സംഘത്തെ അയച്ചു. ശേഖർ, മകൾ ലാവണ്യ, ഭർത്താവ് സിലംബരസൻ എന്നിവരെ 4 വർഷമായി കാണാനില്ലെന്ന് ആ വീട്ടുകാരിൽ നിന്നും സ്ഥിരീകരിക്കുന്നു. ലാവണ്യയും സിലംബരസനും ഒളിച്ചോടി ശേഖറിന്റെ ഒരു സുഹൃത്തിന്റെ അടുത്ത് അഭയം തേടിയതായും ചില ഗ്രാമവാസികൾ അവരോട് പറഞ്ഞു. ഭാർഗവിയുടെ കഥ ശരിവെക്കുന്നതൊക്കെ തന്നെയായിരുന്നു ശേഖരിക്കപ്പെട്ട വിവരങ്ങൾ. കൊലപാതകം സ്ഥിരീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിലും എന്തോ ദുരൂഹതയുള്ളൊരു കാര്യം സംഭവിച്ചിരിക്കാമെന്ന് ഷോയുടെ നിർമ്മാതാക്കൾക്ക് ഉറപ്പായിരുന്നു. തുടർന്ന് അവർ ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നു. ആദ്യം ഭാർഗവി, സതീഷ്, അച്ഛൻ സി കുമാർ, അമ്മ കെ സരോജ എന്നിവരെ ചെന്നൈയിലെ ഒരു ഹോട്ടലിൽ താമസിപ്പിച്ച ശേഷം മെയ് 28 ചാനൽ ഈ എപ്പിസോഡ് സംപ്രേഷണം ചെയ്തു. മാധ്യമ ലോകത്തിൽ തന്നെ നടുക്കം സൃഷ്ടിച്ച വെളിപ്പെടുത്തൽ തമിഴ്നാടിനെ തന്നെ ഇളക്കിമറിച്ചു. സംഭവത്തിൽ പോലീസും ഭരണകൂടവും ഉടൻ ഇടപെട്ടു. ഭാർഗവിയുടെ അച്ഛൻ മുരുകനും അമ്മയും ഒളിവിൽ പോയി. ഭാർഗവിയുടെ അച്ഛൻ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തി.
ഭാർഗവി പറഞ്ഞത് സത്യം തന്നെയാണെന്ന് മനസ്സിലാക്കി. 3 തലയോട്ടികളും അസ്ഥികൂടങ്ങളും അവിടെ നിന്ന് കണ്ടെത്തി. DNA പരിശോധനയിൽ മുരുകന്റെ മകൾ ഭാർഗവി പറഞ്ഞ വ്യക്തികൾ തന്നെയാണെന്ന് പോലീസ് തിരിച്ചറിയുന്നു. തുടർന്ന് ഒളിവിൽ പോയ മുരുകനും ഭാര്യയ്ക്കും വേണ്ടിയുള്ള അന്വേഷണമായിരുന്നു പിന്നീട്. മുരുകനും ഭാര്യയും ഒളിവിൽ താമസിച്ച സ്ഥലത്തേക്ക് ഒരു പ്രസ് ബോർഡുള്ള സീ തമിഴ് ചാനലിന്റെ വണ്ടി വന്നു നിൽക്കുന്നു. നിങ്ങളുടെ ഭാഗം എന്താണ് എന്ന് പറയാൻ നിങ്ങൾ സ്റ്റുഡിയോയിലേക്ക് വരണം, അതോടുകൂടി നിങ്ങളുടെ നിരപരാധിത്വം ഞങ്ങൾ തെളിയിക്കും എന്ന് പറഞ്ഞാണ് മുരുകനെയും ഭാര്യയെയും അവർ കൂട്ടിക്കൊണ്ടു പോകുന്നത്. പക്ഷേ ചാനൽ വണ്ടി വന്നു നിന്നതാകട്ടെ പോലീസ് സ്റ്റേഷനിലേക്കാണ്. ചാനൽ വണ്ടിയിൽ സീ തമിഴ് സംഘാടകർ മാത്രമല്ല പോലീസുകാർ കൂടി ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. കൊലപാതകം ചോദ്യം ചെയ്യലിൽ മുരുകൻ സംബന്ധിച്ചു. സംഭവം വിവരിച്ചതിങ്ങനെ: 2008 നല്ലൻ പിള്ളൈ പെട്രാൻ എന്നൊരു ഗ്രാമത്തിൽ നിന്നും കാണാതായ ശേഖരനും ഭാർഗവിയുടെ പിതാവ് മുരുകനും ഉറ്റ സുഹൃത്തുക്കളാണ്. ശേഖറിന്റെ മകൾ ലാവണ്യയും കാമുകൻ സിലംബരസനും 2 സമുദായക്കാരാണ്. സിലംബരസന്റെ വീട്ടുകാർക്ക് ലാവണ്യയുമായുള്ള വിവാഹം ഇഷ്ടമുള്ളതായിരുന്നില്ല. അങ്ങനെ അവരുടെ സമുദായത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി സിലംബരസനും ലാവണ്യയും ഒളിച്ചോടി. അവർ വ്യത്യസ്ത ജാതികളിൽ പെട്ടവരായിരുന്നത് കൊണ്ട് തന്നെ കുടുംബക്കാർ ഒന്നും അവരെ അടുപ്പിച്ചില്ല. കുടുംബത്തിൽ അവരുടെ പ്രണയത്തെ പിന്തുണച്ച ഒരേ ഒരു വ്യക്തി ശേഖരൻ മാത്രമായിരുന്നു. നാട്ടിൽ മക്കളെ നിർത്തുന്നത് സുരക്ഷിതമല്ല എന്ന് കണ്ട ശേഖരൻ ഉടനെ തന്നെ സുഹൃത്തായിരുന്ന മുരുകനോട് തന്റെ വീട്ടിൽ മകൾ ലാവണ്യയെയും മരുമകൻ സിലംബരസനെയും പാർപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെ മുരുകൻ ശേഖരന്റെ മകൾക്കും മരുമകനും മുറിയൊരുക്കി. പക്ഷേ സ്വന്തം മകളെ പോലും കാമക്കണ്ണിൽ മാത്രം കണ്ടിരുന്ന മുരുകന് മുന്നിൽ ശേഖരനുമായുള്ള സൗഹൃദം ഒന്നുമല്ലായിരുന്നു. സ്വന്തം സുഹൃത്തിന്റെ മകളെ മുരുകൻ ലൈംഗികമായി ഉപയോഗിച്ചു തുടങ്ങി. അവളുടെ ആഭരണങ്ങൾ കൊള്ളയടിക്കുകയും നിരന്തരമായി ലാവണ്യയെ ശാരീരിക ബന്ധത്തിനായി നിർബന്ധിക്കുകയും ചെയ്തു. ആദ്യം മദ്യപിക്കാതിരുന്ന സിലംബരസൻ മുരുകന്റെ കൂടെ കൂടി മദ്യപാനം തുടങ്ങി. മാത്രവുമല്ല, ലാവണ്യയെ മുരുകൻ ശാരീരികമായി പീഡിപ്പിക്കാൻ സിലംബരസൻ കൂട്ടുനിന്നും തുടങ്ങി. തന്റെ മകളുടെ ദുർവിധി അറിഞ്ഞ ചോദിക്കാനെത്തിയ ശേഖരനെ മദ്യപിച്ച ശേഷം കയറുപയോഗിച്ച് കഴുത്തിനരിച്ച് കൊലപ്പെടുത്തി. അടുത്തുള്ള കിണറിൽ ഉപേക്ഷിച്ചു. വീണ്ടും മറ്റൊരു ദിവസം മുരുകനും സിലംബരസനും ലാവണ്യയെ അതേ രീതിയിൽ തന്നെ കൊലപ്പെടുത്തി. എന്നാൽ തന്നെ സഹായിച്ച സിലംബരസനെ ഒരു ദൃക്സാക്ഷിയായി ജീവനോടെ വിടാൻ മുരുകൻ ആഗ്രഹിച്ചില്ല. അതിനാൽ സിലംബരസനെയും മുരുകൻ കൊലപ്പെടുത്തി അടുത്തുള്ള കിണറിൽ ഉപേക്ഷിച്ചു. ഇത് ഭാർഗവി അറിയാനുണ്ടായ സാഹചര്യമാണ് ഇനി പറയേണ്ടത്. ഭാർഗവി 12ാം ക്ലാസ് പൂർത്തിയാക്കി. 1200-ൽ 1016 മാർക്ക് നേടി. എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ മുരുകന് മകൾ പഠിക്കാൻ പാടില്ല. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിക്കാൻ അവൾ ആഗ്രഹിക്കുന്നത് തന്നെ പിതാവിന്റെ പക്കലിൽ നിന്നും ഓടിപ്പോകാനായിരുന്നു. വളരെ ചെറുപ്പം മുതൽ അവൻ എന്നോട് മോശമായി പെരുമാറിയിരുന്നു എന്നാണ് ഭാർഗവി പറഞ്ഞത്. തുടക്കത്തിൽ ഭാർഗവി ഭയപ്പെട്ടു. അത് ആരോടും വെളിപ്പെടുത്തിയില്ല. പിന്നീട് അമ്മയോടെല്ലാം തുറന്നു പറഞ്ഞു. എന്നാൽ അതിനെക്കുറിച്ച് സംസാരിക്കരുതെന്നാണ് അമ്മ ഭാർഗവിയോട് പറഞ്ഞത്. ഭാർഗവിക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അച്ഛൻ മുരുകൻ ഭാർഗവിയെ കൊല്ലുമെന്നും അവന്റെ വഴിയിൽ വരുന്നവരെ ഇല്ലാതാക്കുന്നതിൽ അവന് പരിചയമുണ്ടെന്നും അമ്മ ഭാർഗവിയോട് പറയുന്നു. ഒരു ദിവസം അവൾ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവളുടെ അച്ഛൻ വീണ്ടും ഭാർഗവിയെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു. അവൾ എതിർത്തു. അവളുടെ അമ്മ ഇടപെട്ട് തന്നോട് വഴക്കിടരുതെന്ന് പറഞ്ഞു. അയാൾ പുറത്തുപോയപ്പോൾ അമ്മ രാജേശ്വരി ഭാർഗവിയോട് പറഞ്ഞു, മുരുകൻ 2008-ൽ 3 പേരെ കൊന്നു. അവരുടെ വീടിന് മുന്നിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഭാർഗവിയും പിതാവിനെതിരെ ശബ്ദമുയർത്തുന്നത് നിർത്തി. ഇങ്ങനെയാണ് തന്റെ അച്ഛൻ സുഹൃത്തിനെയും മകളെയും മരുമകനെയും കൊലപ്പെടുത്തിയ കാര്യം ഭാർഗവി അറിയുന്നതും അവസരം കിട്ടിയപ്പോൾ വെളിപ്പെടുത്തുന്നതും. സത്യത്തിൽ ഇവിടെ ഹീറോ ഭാർഗവി സ്നേഹിച്ച സതീഷ് കുമാറും അയാളുടെ വീട്ടുകാരുമാണ്. ഭാർഗവി 16 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ എന്നറിഞ്ഞിട്ടും ഭാർഗവിയോടൊപ്പം നിന്ന് അവളെ സംരക്ഷിക്കാൻ തീരുമാനിച്ച സതീഷ് കുമാറിന് അന്നും വലിയ അഭിനന്ദന പ്രവാഹമായിരുന്നു. നിലവിലെ ഭാർഗവി ഒരു കുറ്റബോധവുമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുന്നു. സതീഷ് കുമാറിനൊപ്പം ഒരു എഞ്ചിനീയറായി തന്നെ.